വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. വളരെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. രാജ്യം വിങ്ങിപ്പൊട്ടുകയാണ് എന്ന് പറയാം. രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്ന ഒരു പദവിയാണ് സംയുക്ത മേധാവി. വ്യോമസേനയെയും കരസേനയെയും നാവികസേനയെയും നിയന്ത്രിക്കുന്ന ഒരു പദവി. ആ പദവിയിലിരിക്കുന്ന സംയുക്ത മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഊട്ടി നീലഗിരി മേഖലയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു എന്നുള്ള വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത്. ഈ ഹെലികോപ്റ്റർ തകർന്ന വീണ ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വീഴ്ചയിൽ ഹെലികോപ്റ്ററിന്റെ പല ഭാഗങ്ങളും കത്തിക്കരഞ്ഞിട്ടുള്ളതായിട്ടാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന, രാജ്യത്തിനെ സംരക്ഷിക്കുന്ന ഒരു പദവിയിൽ നിൽക്കുന്ന ഒരു പ്രമുഖനായ സൈനികൻ അല്ലെങ്കിൽ സേനാ മേധാവി ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 6 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. 4ഓളം ആളുകളുടെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും 6 പേരുടെ മരണം, 6 പേർ കൊല്ലപ്പെട്ടു അഥവാ 6 പേർ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ബിപിൻ റാവത്തിന്റെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതായത് നാവികസേനയോ വ്യോമസേനയോ അല്ലെങ്കിൽ കരസേനയോ അല്ലെങ്കിൽ ഇതിന്റെ മേധാവികളോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടമോ പുറത്തുവിട്ടിട്ടുള്ളതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളിൽ ചില ആളുകൾ അതേ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തീർത്തും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ബിപിൻ റാവത്ത് രക്ഷപ്പെടണമേ എന്നാണ് ഈ രാജ്യം പ്രാർത്ഥിക്കുന്നുള്ളത്. രാജ്യം വലിയ രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദവി കൊണ്ടുവന്നത്. അതായത് 3 വിഭാഗത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു സംയുക്ത മേധാവി, അതായത് ഈ 3 വിഭാഗത്തിന്റെയും തലവനായിക്കൊണ്ട് ഒരാൾ, അങ്ങനെയുള്ള ഒരു പോസ്റ്റിലേക്കാണ് ബിപിൻ റാവത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെയും ബിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട്. അതായത് നാഗാലാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതീവ ദുഃഖകരമായ വാർത്തയാണ് ലഭിച്ചത്. അദ്ദേഹം സഞ്ചരിച്ച, അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.